ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്, സ്പെഷ്യൽ കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും നമ്മൾ MCQ മെത്തേഡിൽ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സിലബസ് പഠിക്കാനുള്ള കാര്യത്തെ നമ്മൾ 6 ഭാഗങ്ങളാക്കി തിരിക്കുകയാണ്. ഓക്കെ, 6 ഭാഗങ്ങളാക്കി നമ്മൾ പഠിക്കാൻ വേണ്ടി 6 ഭാഗങ്ങളാക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമാണ്, രണ്ടാമത്തേത് കേരള എന്ന് പറയുന്ന ഭാഗം, മൂന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ, നാലാമത്തേത് മാത്സ്, അഞ്ചാമത്തേത് സയൻസ്, ആറാമത്തേത് കറണ്ട് അഫയേഴ്സ് എന്നിങ്ങനെ 6 ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യ, കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് മൂന്നും നമ്മൾ ആദ്യം പഠിച്ചെടുക്കും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാത്സ് പഠിക്കുക. മാത്സ് ഈ ചാനലിൽ പഠിപ്പിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മറ്റേതെങ്കിലും ചാനലിൽ പോയിട്ട് അത് എന്ത് ചെയ്യുക? മാത്സ് ഡെയിലി പഠിക്കണം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ മാത്സിന് വേണ്ടി മാറ്റി വെക്കണം. മാത്സ് അറിയാവുന്നവരാണെങ്കിൽ അരമണിക്കൂർ മാത്രം മതിയാകും. എന്നാൽ തീരെ അറിയാത്തവരാണെങ്കിൽ അവർ 1 മണിക്കൂറെങ്കിലും മാത്സിന് വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യ, കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് മൂന്നുമാണ് ആദ്യ ഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് പഠിക്കുന്നത് വെച്ചാൽ ഈ 3 എണ്ണം കൂടെ നമ്മൾ 5 തൊട്ട് 10 വരെയുള്ള SCERT ബുക്കാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 5 തൊട്ടുള്ള 10 വരെയുള്ള SCERT ബുക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് ഇന്ത്യ, കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് മൂന്നും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം നമ്മൾ SCERT ബുക്ക് പഠിക്കുന്നത്. ഇനി SCERT ബുക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ 5 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല, കാരണം അത്രയും ദിവസം നമ്മൾ മുന്നിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം MCQ, എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർമ്മയിൽ നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട്. അപ്പൊ ആ വെബ്സൈറ്റിൽ ഞാൻ ഡെയിലി ഈ ക്ലാസ്സുകൾ ഇട്ടതിന് ശേഷം നേരെ അവിടെയും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി ക്വിസുകൾ ഒരുപാട് തവണ ചെയ്തു നോക്കുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് നോക്കുക. കാരണം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയിൽ നിൽക്കും. എക്സാമിന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 5 തൊട്ട് 10 വരെയുള്ള SCERT ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ ഭൂപ്രകൃതി എത്രയായി തിരിച്ചിരിക്കുന്നു? അതായത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, അല്ലെ? ആൻസർ 3 എന്നതാണ്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം, അല്ലെ? ഇങ്ങനെ 3 ആയിട്ടാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ 3 എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ പശ്ചിമഘട്ടം, അല്ലെ? പശ്ചിമഘട്ടമാണ് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിര, പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം SCERT ബുക്കിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താഴെയുള്ള ലിങ്ക് പോയിട്ട് നിങ്ങൾ ക്വിസുകൾ ചെയ്തു നോക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ SCERT ബുക്ക് നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും ആൻസർ ഏതാണ്? പശ്ചിമഘട്ടമാണ്, വെസ്റ്റേൺ ഗട്ട്സിനെയാണ് സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത്. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ് അഥവാ പശ്ചിമഘട്ടം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാലക്കാട് ജില്ലയിലെ ഏതു താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാടാണ് ആൻസർ വരുന്നത്. മണ്ണാർക്കാടാണ് ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. അപ്പൊ മണ്ണാർക്കാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശം അറിയപ്പെടുന്നത് എന്താണ്? ഇടനാട് എന്നതാണ് ആൻസർ. ഓക്കെ, ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാട്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നതോ? തീരപ്രദേശം എന്നാണ്. ഓക്കെ, 7.5 വരെയുള്ളത് തീരപ്രദേശം, 7.5 മുതൽ 75 മീറ്റർ വരെയുള്ളത് ഇടനാട് എന്നറിയപ്പെടുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇടനാട്, മലനാട്, തീരപ്രദേശം. അപ്പോ 75 മീറ്ററിന് മുകളിലുള്ളതിനെ എന്താണ് പറയാ? മലനാട് എന്നാണ് പറയാ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതു കാലത്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതു കാലത്താണ്? വടക്ക് പടിഞ്ഞാറൻ മൺസൂണ്, വടക്ക് കിഴക്കൻ മൺസൂണ്,
തെക്കു കിഴക്കൻ മൺസൂണ്, തെക്കു പടിഞ്ഞാറൻ മൺസൂണ്. ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. കൺഫ്യൂസ് ആയി പോകുന്നു, പേടിക്കേണ്ട. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കേരളം നോക്കാം. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? തെക്ക് ഭാഗത്താണ് അല്ലെ? ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ്. അപ്പൊ ആദ്യത്തെ 2 ഓപ്ഷൻസ് വേണ്ട, അവസാനത്തെ 2 ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ഇനി നോക്കാനുള്ളത്. ഇനി തെക്ക് ഭാഗത്താണെന്ന് മാത്രമല്ല, ഏത് സൈഡിലായിട്ട് വരും ഇന്ത്യ? കിഴക്കാണോ പടിഞ്ഞാറാണോ? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേരളം വരുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് എന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇടവപ്പാതി, കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത്? ഈ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലാവസ്ഥക്കാണ് നമ്മൾ കാലവർഷം എന്ന് പറയാ അല്ലെ? അപ്പോ ഏതാണ് ആൻസർ വരുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നെല്ലാം അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏത്? നേരത്തെ പറഞ്ഞത് കാലവർഷമാണ്, ഇവിടെ ചോദിച്ചത് തുലാവർഷം. അപ്പൊ കാലവർഷത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും തുലാവർഷം എന്നറിയപ്പെടുന്നത് അല്ലെ? കാലവർഷം ഏതായിരുന്നു? തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ഇവിടെ തെക്കിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? വടക്കാണ്. പടിഞ്ഞാറിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? കിഴക്കാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ്. ഓക്കെ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് ആൻസർ വരുന്നത്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴ കാണപ്പെടുന്നത് ഏത് കാലത്തിന്റെ പ്രത്യേകതയാണ്? ഇത് SCERT ബുക്കിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും അവിടെ വന്നതുകൊണ്ട് മാത്രം ഇവിടെ കൊടുത്താണ്. ഇതിന്റെ ആൻസർ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ്. ഓക്കെ, വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴ കാണപ്പെടുന്ന കാലാവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം. കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളാണുള്ളത്. ഓക്കെ, ആൻസർ എന്താണ്? 44. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41 ആണോ 3 ആണോ? ചിലർക്കും ഇത് മാറിപ്പോറുണ്ട്. 3 എന്നതാണ് ആൻസർ വരിക. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അപ്പൊ ഇത് മറന്നു പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കിഴക്ക് എന്ന് പറയുന്നത് കഴിക്കാന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലെ? കിഴക്ക് എന്ന് പറയുമ്പോൾ കഴിക്കാന്ന് ഓർത്ത് വെച്ചാൽ. അപ്പൊ നമ്മൾ കഴിക്കുന്നത് എത്ര നേരമാണ്? സാധാരണ 3 നേരമാണ്. രാവിലെ, ഉച്ച, രാത്രി അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇങ്ങനെയാണ് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കാറ്. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികളും എത്രയാണ്? 3 എണ്ണം തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ പെടാത്തത് ഏത്? 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ അതിൽ പെടാത്തത് ഇവിടെ കൊടുത്ത ഏതാണ്? പമ്പ. ആൻസർ എന്താണ്? പമ്പ എന്നതാണ് ആൻസർ വരിക. ഓക്കെ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പുഴയിൽ എത്തിച്ചേരുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പുഴയിലാണ് എത്തിച്ചേരുന്നത്? ആൻസർ ഭവാനി. ആൻസർ എന്താണ്? ഭവാനി. കൊടുങ്ങരപ്പള്ളം പുഴ എത്തിച്ചേരുന്നത് ഭവാനി പുഴയിലാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പെരിയ അല്ലെ? പെരിയ എന്ന് പറയുമ്പോൾ തന്നെ വലിയ എന്നാണ് അർത്ഥം. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പെരുമാൾ മുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്നാണ് ചോദിച്ചത്. കൊടുങ്ങരപ്പള്ളം പുഴയാണ്. ഓക്കെ, കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പെരുമാൾ മുടിയിൽ നിന്നാണ്. എന്നിട്ട് അത് എത്തിച്ചേരുന്നത് എവിടെയാണ്? ഭവാനി പുഴയിലാണെന്ന് കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരിക? കൊടുങ്ങരപ്പള്ളം പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ വേമ്പനാട് കായൽ ഒഴുകുന്ന ജില്ലകളിൽ പെടാത്തത് ഏത്? വേമ്പനാട് കായൽ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം. അപ്പൊ ഇതിൽ കൊടുത്തതിൽ തൃശ്ശൂരാണ് വേമ്പനാട് കായൽ ഒഴുകാത്ത ജില്ല. ഓക്കെ, ബാക്കി 3 ജില്ലകൾ കൂടിയും വേമ്പനാട് കായൽ ഒഴുകുന്നുണ്ട്. അപ്പൊ ആൻസർ ഇവിടെ എന്താണ്? തൃശ്ശൂർ എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കരകളാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? കരകളാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ അറിയപ്പെടുന്നത്
തടാകങ്ങൾ എന്നാണ്. തടാകങ്ങൾ. ഓക്കെ, കരകളാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ അറിയപ്പെടുന്നത് തടാകങ്ങൾ എന്നാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. ശുദ്ധജല തടാകം ശാസ്താംകോട്ട. അല്ലെ, ഷാ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ടയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ ഇടനാട്ടിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഓക്കെ, താഴെ കൊടുത്തവയിൽ ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഏലം, തെങ്ങ്, തേയില. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്? ഇടനാട്ടിലാണെങ്കിൽ അത് തെങ്ങാണ് അല്ലെ. ഏലവും തേയിലയും എല്ലാം കൃഷി ചെയ്യുന്നത് മലനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരിക? തെങ്ങ് എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെ ജില്ലകളാണ് കൊടുത്തത്? പത്തനംതിട്ട, വയനാട്, കോഴിക്കോട്, കണ്ണൂർ. ഇതിൽ പത്തനംതിട്ടയിൽ റെയിൽവേ പാതയുണ്ട്. കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും റെയിൽവേ പാത ഉണ്ട്. അപ്പൊ ഇല്ലാത്തത് ഏതാണ്? വയനാടാണ്. ആൻസർ വയനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഏത്? അപ്പൊ വീണ്ടും ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്, പക്ഷെ ഓപ്ഷൻ മാറിയിട്ടുണ്ട്. പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, കോട്ടയം. ഇതിൽ കാസർഗോഡ്, പത്തനംതിട്ട, കോട്ടയത്തെല്ലാം എന്തുണ്ട്? റെയിൽവേ പാതയുണ്ട്. അപ്പൊ ഇല്ലാത്തത് ഇടുക്കിയാണ്. ഇപ്പൊ 2 ജില്ലകളിലാണ് റെയിൽവേ പാത ഇല്ലാത്തത്. ഏതൊക്കെയാണ്? ഒന്ന് നേരത്തെ പറഞ്ഞ വയനാട്, രണ്ടാമത്തേത് ഇടുക്കി. ഈ 2 ജില്ലകളിലും റെയിൽവേ പാത ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് 24ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. 5ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആണ് ഇന്ന് പഠിച്ചത്. ഇതുപോലെ തന്നെ നമ്മൾ SCERT ബുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് റിപ്പീറ്റ് ചെയ്ത് ഇത് ക്വിസുകൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം ഓർമ്മയിൽ നിൽക്കും. ഇപ്പൊ SCERT പഠിക്കാന്നുള്ള ഒരു പേടി തന്നെ പോയി കിട്ടും. അതിന്റെ കൂടെ എന്താണ്? ഇന്ത്യ, കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 ഭാഗങ്ങളും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം വരുന്നത് SCERT ബുക്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ SCERT ബുക്ക് 5 തൊട്ട് 10 വരെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഭാഗം, ഈ 3 ഭാഗവും നിങ്ങൾ ക്ലിയർ ആകും. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്